രാജ്യത്തെ 10 ലക്ഷം വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജമെന്ന നാഴികക്കല്ല് പിന്നിട്ട് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2027 മാർച്ചോടെ 1 കോടി വീടുകളിൽ സൗരോർജ്ജം എത്തിക്കുക എന്ന ധീരമായ ദർശനത്തോടെ 2024 ഫെബ്രുവരി 13-നാണ് പ്രധാനമന്ത്രി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പുരപ്പുറ സൗരോർജ്ജ സംരംഭമായ PM സൂര്യഘർ പദ്ധതി ആരംഭിച്ച് 1 വർഷം തികഞ്ഞതിന് പിന്നാലെയാണ് ഈ നേട്ടമെന്നതും ശ്രദ്ധേയം. 2025 മാർച്ചോടെ ഇൻസ്റ്റലേഷനുകൾ 10 ലക്ഷം കവിയുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ശരിയായ ദിശയിലാണ് പദ്ധതി നടത്തിപ്പെന്ന് അടിവരയിടുന്നതാണ് പുതിയ കണക്കുകൾ. 2025 ഒക്ടോബറോടെ ഇൻസ്റ്റലേഷനുകൾ 20 ലക്ഷമായി ഇരട്ടിയാക്കുമെന്നും 2026 മാർച്ചോടെ 40 ലക്ഷത്തിലെത്തുമെന്നും ഒടുവിൽ 2027 മാർച്ചോടെ 1 കോടിയെന്ന അഭിലാഷ ലക്ഷ്യം കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു. ഈ പദ്ധതി 40% വരെ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നു. ഇത് പുനരുപയോഗ ഊർജ്ജം കൂടുതൽ താങ്ങാനാവുന്നതും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നു. 1 മുതൽ 2 കിലോവാട്ട് വരെയുള്ള പാനലുകൾക്ക് 30,000 മുതൽ 60,000 രൂപ വരെയും 2 മുതൽ 3 കിലോവാട്ട് വരെയുള്ള പാനലുകൾക്ക് 60,000 മുതൽ 78,000 വരെയും 3 കിലോവാട്ടിൽ കൂടുതലുള്ള പാനലുകൾക്ക് 78,000 രൂപയും ഗവൺമെന്റ് സബ്സിഡി നൽകുന്നു. സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ മേൽക്കൂരയുള്ള വീടുള്ള, സാധുവായ ഒരു വൈദ്യുതി കണക്ഷനുള്ള സോളാർ പാനലുകൾക്ക് മറ്റ് സബ്സിഡിയൊന്നും നേടിയിട്ടില്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയുടെ ഗുണഭോക്താവാകാം. pmsuryaghar.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത്. രജിസ്ട്രേഷനായി വ്യക്തിഗത വിവരങ്ങൾ നൽകുക. ഉപഭോക്തൃ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഫോം അനുസരിച്ച് റൂഫ് ടോപ്പ് സോളാറിന് അപേക്ഷിക്കുക. തുടർന്ന് ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ഡിസ്കോമിന്റെ അംഗീകാരം ലഭിച്ച ശേഷം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക. സോളാർ സ്ഥാപിക്കുന്നത് പൂർത്തിയായി കഴിഞ്ഞാൽ പ്ലാന്റ് വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കാം. നെറ്റ് മീറ്റർ ഇൻസ്റ്റോളേഷനും ഡിസ്കോം പരിശോധനയ്ക്കും ശേഷം പോർട്ടലിൽ നിന്ന് കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് നേടാം. ബാങ്ക് വിശദാംശങ്ങളും ക്യാൻസലാക്കിയ ചെക്കും സമർപ്പിക്കുക. 30 ദിവസത്തിനുള്ളിൽ സബ്സിഡി ലഭിക്കും. ഈ പരിവർത്തനാത്മക സംരംഭം വൈദ്യുതി ചെലവിൽ പ്രതിവർഷം 75,000 കോടി രൂപ ലാഭിക്കാൻ ഗവൺമെന്റിനെ സഹായിക്കും. ഗണ്യമായ സബ്സിഡികൾ, ധനസഹായ ഓപ്ഷനുകൾ, പുനരുപയോഗ ഊർജ്ജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിലൂടെ ഈ സംരംഭം വീടുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക മാത്രമല്ല, ഗവൺമെന്റിന് ഗണ്യമായ ലാഭം, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കും കാരണമാകും.